ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത പോയം എന്ന് പറയുന്നത് പേജ് നമ്പർ 52 ഗൈഡിനകത്ത് ദ ട്രീ ഓഫ് ലൈഫ് ബൈ തോറു ദത്ത്. തോറു ദത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിലെ ഒരു ഏർലി പോയറ്റാണ് കേട്ടോ. തോറു ദത്ത് ഒരു സ്ത്രീയാണ്. അവരൊരു ഹിന്ദു ഫാമിലിയിലാണ് ജനിച്ചത്, കൽക്കട്ടയിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും നല്ലപോലെ ഇംഗ്ലീഷും ബംഗാളി ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ മിത്തിക്കൽ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു. ആൻഡ് അമ്മയാണ് കൂടുതലും മിത്തിക്കൽ സ്റ്റോറീസിനെ കുറിച്ച് തോറു ദത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. തോറു ദത്തിന് രണ്ട് സിബ്ലിങ്സും കൂടിയുണ്ട്. ഇപ്പോൾ തോറു ദത്തിൻ്റെ വർക്ക് എന്ന് പറയും. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ തോറു ദത്തിൻ്റെ കുറച്ച് മെമ്പേഴ്സ് എന്ത് ചെയ്തു, ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറി കൺവേർട്ട് ചെയ്തു. ആൻഡ് തോറുവിൻ്റെ ബ്രദറിൻ്റെ പേര് അബ്ജു എന്നായിരുന്നു, സിസ്റ്ററിൻ്റെ പേര് ആരു. ഇപ്പം 3 മക്കളാണ് ഉണ്ടായിരുന്നത്. തോറു ദത്തിൻ്റെ ഫാമിലി ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതായത് അവരെ ഒരു അതായത് ഹിന്ദു ഫാമിലി പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറുമ്പോൾ അവരുടെ ബന്ധുക്കളും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നു, അവരെ കുറച്ചൊന്ന് അകറ്റി നിർത്തി ഐസൊലേറ്റഡ് ആക്കി. അപ്പോൾ അവർ മുംബൈയിലോട്ട് താമസം മാറി. പിന്നെ ഇവരുടെ തോറു ദത്തിൻ്റെ സിസ്റ്ററും ബ്രദറും എല്ലാം കൺസെപ്ഷൻ വന്നാണ് മരിച്ചത്. അതായത് ട്യൂബർക്ലോസ് വന്നാണ് മരിച്ചത്. തോരു ഒരു സാൻസ്ക്രിറ്റ് പഠിച്ച് 1 വർഷത്തിനുള്ളിൽ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ്, സാൻസ്ക്രിറ്റ് പഠിച്ചു 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു സാൻസ്ക്രിറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ഫ്രഞ്ച് പോയറ്റ്സ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് സീത, ദ ലോട്ടസ്, ലക്ഷ്മൺ, പിന്നെ അവർ കെഷ്വാറിന ട്രീ ആൻഡ് ദെൻ ദ ട്രീ ഓഫ് ലൈഫ്. സോ ദ സ്പെഷ്യൽ ഈ ഒരു ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഏത് പോം എടുത്താലും വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് മിസ്റ്റിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ച് നൊസ്റ്റാൾജിയ. അവർക്ക് കെഷ്വാറിന ട്രീ എന്ന് പറഞ്ഞൊരു പോമുണ്ട്, അത് മിസ്സിന് പഠിക്കാനുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് അവരുടെ നൊസ്റ്റാൾജിക് ചൈൽഡ്ഹുഡ്, അതായത് ഒരു മരത്തിനെ കവച്ചിട്ട് അവരുടെ ചൈൽഡ്ഹുഡിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. കെഷ്വാറിന ട്രീ എന്ന് പറയുമ്പോൾ കാറ്റാടി മരം എന്ന് പറയും കേട്ടോ. നമ്മുടെ എന്താ പറയുക, മയിൽപീലി പോലുള്ള മയിൽപീലിയുടെ ആ ഒരു ഇതറിയാമല്ലോ, പീലി അറിയാമല്ലോ എങ്ങനെ ഇരിക്കുന്നത്, അതുപോലാണ് ഇലകൾ. അതായത് ആ കളറെന്നല്ല, അതേപോലെ തരിതരിയായിട്ടുള്ള ഇലകളാണ് കെഷ്വാറിന ട്രീ. അപ്പോൾ ആ ഒരു ട്രീ എങ്ങനെയാണ് ചൈൽഡ്ഹുഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സീത എന്ന് പറയുന്നത് സീത എന്ന് പറഞ്ഞൊരു പോമുണ്ട്. ദ ലോട്ടസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. ഏത് ഫ്ലവറാണ് ക്യൂൻ ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട്, അതായത് ഏത് ഫ്ലവറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, അവസാനം ലോട്ടസ് ആണ് വിജയിക്കുന്നത്. പിന്നീട് ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു പോമുണ്ട്, അത് ഡയലോഗിക്കൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. ലക്ഷ്മണനും സീതയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. അതായത് ലക്ഷ്മണനെ സീതയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് രാമൻ പോകുന്നത് മറ്റേ മാനിൻ്റെ പുറകെ. അപ്പം ഇടയ്ക്ക് വെച്ച് രാമൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സീത എന്ത് ചെയ്യുന്നു, എനിക്ക് ഇറങ്ങിപ്പോകണം. അതായത് ലക്ഷ്മണൻ്റെ അടുത്ത് പറയുവാണ്, നീ പോയി നോക്ക്, രാമനെ നോക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ. അപ്പം ലക്ഷ്മൺ പോകാൻ വിസമ്മതിക്കുവാണ്. ബിക്കോസ് ബ്രദറിൻ്റെ ഓർഡർ അനുസരിച്ച് സീതയെ പ്രൊട്ടക്ട് ചെയ്യണം. അവസാനം ലക്ഷ്മൺ പോകാൻ വിസമ്മതിച്ചപ്പോൾ സീത എന്ത് ചെയ്യുവാണ്, നല്ല ഹാർഷായിട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ലക്ഷ്മൺ എന്നുള്ള പോം. നമ്മുടെ പോം ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ കളക്ഷൻ ഓഫ് വർക്ക് ഉണ്ട്, ദ ഏൻഷ്യൻ ബാലഡ്സ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, അതിനകത്ത് നിന്നുള്ളൊരു പോമാണ്. ഇതൊരു വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു ഇമാജിനറി സാഡ് ആണ്, വളരെ ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു പോമാണ്. ആൻഡ് ഒരു ഡ്രീമി നേച്ചറാണ് ഈ ഒരു പോയത്തിനകത്തുള്ളത്. അതായത് വളരെ ഒരു മിസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു അപ്പിയറൻസും കൂടി ഈ ഒരു പോയത്തിന് ഉണ്ട്. മിസ്റ്റിസിസം എന്താണ് എന്ന് ചോദിച്ചത്, അതായത് തോറുവിൻ്റെ പോംസിലുള്ള മിസ്റ്റിസിസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഒരു വിഷണറി പോമാണ്, ഒരു വിഷൻ കാണുന്നു. അവരുടെ മരണത്തിന് ഒരു 4-5 മാസം മുന്നേ എഴുതിയൊരു പോമാണിത്. ആൻഡ് എന്താണ് പറയുന്നത്, ഡെത്ത് ബെഡിൽ എഴുതിയ പോയമാണെന്നും ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പോയമാണ്. പിന്നെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ അച്ഛനുമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി, അതായത് ഒരു കൈൻഡ് ഓഫ് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു പ്രസൻസ് ഇവർ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു അഫെക്ഷനേറ്റ് ടച്ച് അവർ ആഗ്രഹിച്ചിരുന്നു. അത് വളരെ റിലീഫായിട്ടാണ് ഇവർക്ക് തോന്നിയിരുന്നത്. സോ ആ ഒരു ടച്ച് വേണമെന്നിങ്ങനെ മനസ്സിൽ, അതായത് മരിക്കാറായി കിടക്കുകയാണല്ലോ. അപ്പം ആ ഒരു ഡെത്ത് ബെഡിൽ എഴുതിയ ഒരു സമയം ആയതുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു അവർ തമ്മിലുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും ഇമോഷണൽ കണക്ഷനെ കുറിച്ചുമാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. സോ പോം വളരെ ഷോർട്ടാണ് കേട്ടോ. ഇപ്പം പോം നമുക്കൊന്ന് നോക്കാം. പോയത്തിനകത്തൊരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്, അതായത് ഒരു ബ്രോഡ് ഡേ ലൈറ്റിലെ കാര്യമാണ് പറയുന്നത്. രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴുള്ള സമയമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ബ്രോഡ് ഡേ ലൈറ്റിൽ ഇദ്ദേഹം നമ്മുടെ പോയറ്റ് ഒരു വിഷൻ കാണുവാണ്, അതായത് ഒരു ഡ്രീം കാണുവാണ്.
ആൻഡ് ഐസ് ക്ലോസ്ഡ് ആയിരുന്നു ഇവളുടെ തോറുദത്തിൻ്റെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഓഫ് ദ ബോം എന്നോ പറയാം. അപ്പോൾ അവിടെ വെച്ചൊരു മിസ്റ്റീരിയസ് ലൈറ്റ്, അതായത് കണ്ണടച്ച് കിടന്നപ്പോൾ ഇദ്ദേഹം ഒരു ഡ്രീം കണ്ടു, ഒരു വിഷൻ കണ്ടു, ഒരു മിസ്റ്റീരിയസ് ലൈറ്റാണ് കണ്ടത്. ഈ മിസ്റ്റീരിയസ് ലൈറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സൂര്യപ്രകാശം പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർസിൻ്റെ ലൈറ്റ് പോലെ അത്രയും ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു ലൈറ്റായിരുന്നു അത്. അതിങ്ങനെ ഒരു സ്നോയി റീജിയനിലോട്ട് ആ ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അതൊരു ഒരു വിൻ്റർ നൈറ്റിനകത്താണ്. വിൻ്റർ നൈറ്റിൽ കണ്ട ഡ്രീം പോലെയാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു വിൻ്റർ നൈറ്റ് ആണ്, ചുറ്റും സ്നോ ആണ്. ആ സ്നോയിലോട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെയധികം ഗ്ലോറിയസ് ആയിട്ടുള്ള വളരെ ഷിമ്മറിങ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ലൈറ്റ് ഇങ്ങനെ വരുവാണ്. അപ്പം സീൻ പെട്ടെന്ന് പിന്നെ മാറുവാണ്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ റീജിയനിലോട്ട്, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വാസ്റ്റ് പ്ലെയിൻ റീജിയനിലോട്ട് കാണുവാണ്. അവിടെ ഒരു ട്രീ ഉണ്ട്, ആ ട്രീയിൽ നിറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസിനകത്താണെങ്കിൽ ലീവ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സിൽവർ കളറിൽ അല്ലെങ്കിൽ ഗോൾഡ് കളറിൽ ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അത് വളരെയധികം ഇങ്ങനെ ഷിമ്മറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിമ്മറിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് പറയുന്നത്, മിന്നിക്കൊണ്ടിരിക്കുവാണ്. ഒരു വല്ലാത്തൊരു റേഡിയൻസ് ഇങ്ങനെ ട്രീയുടെ ചുറ്റിനും ഉണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പം നോക്കിയപ്പോൾ ആ ട്രീയുടെ ബാക്കിൽ ഒരു ഏഞ്ചൽ നിൽക്കുവാണ്. ആ ഏഞ്ചൽ എന്ത് ചെയ്യുന്നതാണ്, ആ ട്രീസിൽ നിന്ന് കുറച്ച് ടെൻഡർ ലീവ്സ് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഒരു ബ്രോ പോലെ ഉണ്ടാക്കി തലയിൽ വെക്കുവാണ്. ആ ഒരു ഡെലിക്കേറ്റ് ആരുടെ തലയിലാണ്, നമ്മുടെ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പോയിറ്റിൻ്റെ തലയിൽ വെക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിനകത്ത് നിന്ന് ലീവ്സ് പിച്ചി എടുത്തിട്ട് ഒരു ബോ പോലെ ഉണ്ടാക്കുകയാണ്. തലയിൽ വെക്കുന്ന ഒരു കിരീടം പോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ലീവ്സ് എടുത്ത് നമ്മുടെ പോയിറ്റിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു ഡെലിക്കേറ്റ്, ആ ഒരു ലീവ്സിൻ്റെ ഡെലിക്കേറ്റ് ടച്ച് കാരണം ആ പോയിറ്റിൻ്റെ ഫീവർ പോയി എന്നാണ് പറയുന്നത്. സോ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ആയിരുന്നു അതിന്. സോ എന്ത് ചെയ്തു നമ്മുടെ പോയിറ്റ് അല്ലെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്തു, എൻ്റെ അച്ഛനും കൂടി അങ്ങനെ ഒരു ലീഫ് വെച്ചിട്ടൊരു ബ്രോ ഉണ്ടാക്കി അച്ഛൻ്റെ ഫോർഹെഡിലൂടെ വെക്കാമോ എന്ന് ഏഞ്ചലിൻ്റെ അടുത്ത് ചോദിച്ചു. ആൻഡ് പിന്നെ പറയുവാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെ അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏഞ്ചലിക് ഫേസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം ആ ഏഞ്ചലിൻ്റെ ഫേസ് ഫുൾ ഹോളിനെസ് ആയിരുന്നു, വളരെ ഡിവിനിറ്റി ആയിരുന്നു, ഭയങ്കര സ്നേഹം, ലവ് അല്ലെങ്കിൽ വളരെ പിറ്റിഫുൾ ആയിട്ടുള്ള ഒരു ഹോളി പിറ്റിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു അവരുടേത്, ആ ഏഞ്ചലിൻ്റെ ഫേസ്. അപ്പം ആ ഒരു സൈറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഇവർ കണ്ണു തുറന്നപ്പോൾ എന്താണ്, പഴയ പോലെ ഇവളുടെ ബെഡിൽ കിടക്കുവാണ്. ആ വിഷൻ ആ ഡ്രീം അങ്ങ് പോയി, ഏഞ്ചലിൻ്റെ ഫേസ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവൾ നോക്കിയപ്പോൾ എന്താണ്, അച്ഛൻ വളരെ പേഷ്യൻ്റായിട്ട് അവളുടെ കൈയും പിടിച്ച് വളരെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ അച്ഛൻ അവളുടെ ബെഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് പോം തീരുന്നത്. ഓക്കെ, അപ്പം ഇത് ഏത് കളക്ഷനിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 55 റിലീജിയസ് എലിമെൻ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് പോമാണ്. കാരണം റിലീജിയസ് എലിമെൻ്റ് എന്ന് പറയാൻ ഏഞ്ചലിൻ്റെ ഒരു സിമ്പൽ ഉള്ളതുകൊണ്ട് ഇതിനെ ഒരു റിലീജിയസ് എലിമെൻ്റ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് പോമായിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഏഞ്ചൽ എന്ന് എഴുതിയിരിക്കുന്നത് പോയിറ്റിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ്. കാരണം എന്തിനാണ്, അതൊരു ഈ വേൾഡിലുള്ളതല്ല, വേറൊരു ഔട്ട് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദിസ് ഫിസിക്കൽ വേൾഡിലുള്ള ഒരു എൻറ്റിറ്റി ആയതുകൊണ്ടാണ് ഏഞ്ചലിൻ്റെ എ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഗോഡ്ലി പ്രസൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രസൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡാണ് കേട്ടോ. പിന്നെ ഗോഡിൻ്റെ ഹാൻഡ്, അതായത് ഏഞ്ചലിൻ്റെ ഹാൻഡിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹാൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഇമേജാണ്. അതായത് ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അതാണ് ഇവിടെ ഹാൻഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡേ ഡ്രീം ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി, ബ്രോഡ് ഡേ ലൈറ്റിലാണ് അവൾ വളരെ പിന്നെ ടയേർഡായിട്ട് കിടക്കുന്ന സമയത്താണ് ഈ ഒരു വിഷൻ കാണുന്നത്. പിന്നെ അടുത്ത പേജ് നമ്പർ 56 9th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛന് വേണ്ടി എന്താണ് ഏഞ്ചലിൻ്റെ അടുത്ത് പ്ലീഡ് ചെയ്ത്, അച്ഛന് വേണ്ടിയും ഒരു ബ്രോ ഇതുപോലെ ലീവ്സ് ഒക്കെ വെച്ചൊരു ബ്രോ ഫോർഹെഡിൽ വെച്ച് കൊടുക്കാൻ ഇവൾ പ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രോ എന്ന് വെച്ചാൽ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ തലയിൽ വെച്ച ഒരു മുൾക്കിരീടം പോലെ, കിരീടമില്ല അതുപോലെ ഇല വെച്ചുണ്ടാക്കിയ ഒരു സംഭവം. പിന്നെ അച്ഛന് വേണ്ടി എന്തിനാണ് വെക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ടുള്ളൊരു കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അച്ഛനെയും ബ്ലസ് ചെയ്യണം ഏഞ്ചൽ എന്നിങ്ങനെ പറയുവാണ്. ദെൻ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബിറ്റ്വീൻ തോറുദത്ത് ആൻഡ് എ ഫാദർ ഇമ്പോർട്ടൻ്റ് ആണ് പേജ് നമ്പർ 56. അതായത് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അച്ഛൻ്റെ കമ്പനിയാണ് ഇവർക്ക് മെൻ്റലി ഒരു റീജുവനേഷൻ കൊടുത്തത്. അച്ഛൻ്റെ ആ പ്രസൻസും അച്ഛൻ്റെ ആ ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ടച്ചൊക്കെയാണ് അവർക്ക് ജോയ് ആൻഡ് ഹാപ്പിനെസ് കൊണ്ട് കൊടുത്തത്. ഒരുപാട് അവേഴ്സ് സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു ഇവർ രണ്ടുപേരും. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രണ്ടുപേരുടെയും തോട്ട്സ് അറിയാമായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. പേജ് നമ്പർ 56 3rd ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, 4th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, 5th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 6th ക്വസ്റ്റ്യനും ഏഞ്ചലിൻ്റെ ഫേസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ
58 റിലീജിയസ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന്. റിലീജിയസ് സിഗ്നിഫിക്കൻസ് മിസ് പറഞ്ഞല്ലോ, ആ ഒരു ഫാദർ എന്നുള്ളത് തന്നെ ഒരു ക്രിസ്ത്യൻ ഗോഡിനെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനെ കാണിക്കുന്നു. ഹാൻഡ്, പിന്നെന്താണ് പറയുന്നത്, ഏഞ്ചലിൻ്റെ ഫേസ്, ഏഞ്ചല്, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓക്കെ അത്. പിന്നെ മിസ്റ്റിക് ക്വാളിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. തോറുദത്തിൻ്റെ പേജ് 58 സെക്കൻഡ് ക്വസ്റ്റ്യൻ. തോറുദത്തിൻ്റെ പോംസിനകത്ത് എല്ലാം ഒരു മിസ്റ്റിസിസം ഉണ്ട്, ഒരു വിഷനറി അല്ലെങ്കിൽ ഇച്ചിരി ഡ്രീമി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ടൈറ്റിൽ തന്നെ ട്രീ ഓഫ് ലൈഫാണ്. അതിനകത്ത് തന്നെ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ആയിട്ടുള്ള എലിമെൻ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ട്രാൻസ്ഫർമേഷൻ ഫ്രം എ ഫാൻറ്റസി ടു എ റിയാലിറ്റി, അതായത് ഒരു വിഷൻ കണ്ടിട്ട് റിയാലിറ്റിയിലോട്ട് ഉണരുവാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഴ്സണൽ എക്സ്പീരിയൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഡിവിനിറ്റിയുടെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചായിരുന്നു, അപ്പോൾ ആ അച്ഛൻ്റെ ആ ഒരു ഡെത്തിനെ കുറിച്ചുള്ള റിമംബറൻസും അച്ഛൻ്റെ ഓർമ്മകളും ഒക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പോം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നിംസ് പറഞ്ഞല്ലോ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഇവർ പിന്നീട് കൺവേർട്ട് ചെയ്തിരുന്നത്. സോ ആ ഒരു കൺവേർഷനും ഈ ഒരു പോവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും. ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുന്നേ എഴുതിയ പോയമാണെന്നും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ എഴുതിയൊരു പോയമാണെന്നും, അല്ലെങ്കിൽ ഇവൾ മരിക്കാൻ നേരത്ത് അച്ഛൻ്റെ പ്രസൻസ് ആഗ്രഹിച്ചു എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ഡെത്ത് ബെഡിൽ അച്ഛൻ ഇല്ലല്ലോ, സോ അവൾ ഇങ്ങനെ ആഗ്രഹിക്കുവാണ് അച്ഛനടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ. അതാണ് ആ ഏഞ്ചലിൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് അസുഖം മാറിയില്ല, അപ്പോൾ അച്ഛനെയും കൂടി അസുഖം മാറ്റാൻ വേണ്ടി ഫോർഹെഡിലൊന്ന് എടുത്ത് വെക്കുമോ എന്ന് ഇങ്ങനെ ചോദിച്ചത് കേട്ടോ. പിന്നെ ബ്യൂട്ടിഫുൾ ഏഞ്ചലിൻ്റെ കാര്യം പറയുക, ആ ട്രീ ഓഫ് ലൈഫിൻ്റെ കാര്യം പറയുക. അതായത് ആ ലീവ്സ് എടുത്തിട്ട് ഒരു ബ്രോ ആക്കി വെച്ചപ്പോഴാണ് ഇവളുടെ തലവേദനയൊക്കെ പോയതും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്, ഫീവറൊക്കെ പോയതൊക്കെ. പിന്നെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് സങ്കടം പറയുകയല്ല ചെയ്യുന്നത്, ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസവും ഡിവിനിറ്റിയിലുള്ള ആ ഒരു വിശ്വാസമൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ ഫെയ്ത്തിനെയാണ് ഈ ഒരു പോം കാണിക്കുന്നത് കേട്ടോ. പിന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിനെയാണ് ലാസ്റ്റ് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നത്. അച്ഛൻ്റെ പ്രസൻസ് എനിക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്.